ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാങ്ങാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ നിർവഹിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനൊരു പാക്കേജിലാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അതിനുള്ളിൽ ഇതുപോലൊരു ബോക്സിലായിട്ടാണ് ഈ ലാപ്ടോപ്പ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. ലാപ്ടോപ്പിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ആസ്യൂസിൻ്റെ വിവോബുക്ക് ഗോ 15 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ് ഈ ലാപ്ടോപ്പ്. MRP ഏകദേശം ഒരു 50,999 രൂപയാണ് MRP റേറ്റ് വരുന്നത്. പക്ഷേ ഇത് വളരെ വലിയ ഡിസ്കൗണ്ട്, വലിയ കാർഡ് ഓഫറിൽ എടുത്തത് കൊണ്ട് തന്നെ 23,800 കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ വില എന്ന് പറയുന്നത് 30,000 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത് 28,000 ആ റേഞ്ചിൽ വന്നിരുന്നു. ആ സമയത്ത് എനിക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഒരു കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് 5,000 രൂപ EMI ആയിട്ട് എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 23,000 ഈ പറയുന്ന രീതിയിൽ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ സാധിച്ചത്. ഇതാണ് ലാപ്ടോപ്പ് ബോക്സ് തുറന്നാൽ നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ ഒരു കവറിലായിട്ടാണ് ഉള്ളത്. നമുക്ക് ലാപ്ടോപ്പ് അവിടെ മാറ്റി വെക്കാം. നമുക്ക് അതിൻ്റെ ഒപ്പം ഉള്ളത് എല്ലാം അറിയുന്നതാണ്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസർ മാനുവൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ആസ്യൂസിൻ്റെ ഒരു വാറണ്ടി കാർഡുണ്ട്. അതൊക്കെയാണുള്ളത്. ഇനി നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും പ്രൊഡക്റ്റുകളൊന്നും ഇല്ല. ഇതിലുള്ളത് ഒരു ചാർജറാണ്. നല്ല മനോഹരമായിട്ടുള്ള ചാർജറാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പൊതുവിലുള്ള ലാപ്ടോപ്പുകളെ ചാർജിങ് പോർട്ട് പോലെയുള്ള ചാർജിങ് ഇതുപോലെയല്ല, നല്ല ക്വാളിറ്റിയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ചാർജറാണ് ഇതിനൊപ്പം ASUS എന്തായാലും തന്നിട്ടുള്ളത്. ഈ ലാപ്ടോപ്പിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് AMD പ്രൊസസ്സറുള്ള ഒരു ലാപ്ടോപ്പാണ്. AMDയുടെ Ryzen 3 കോർ എന്ന 7320U എന്ന് പറയുന്ന മോഡലാണ് ഈ ലാപ്ടോപ്പ്. 8GB 512GB SSD RAM വരുന്ന മെമ്മറി വരുന്ന ഒരു വേരിയൻ്റാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സിൽ വേറൊന്നും തന്നെ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ചാർജർ, മനോഹരമായ ഒരു ചാർജറും അതുപോലെ തന്നെ ഈ പറയുന്ന വാറണ്ടി കാർഡ് അതുപോലെയുള്ള പേപ്പേഴ്സ് മാത്രമാണ് ഈ ബോക്സിനൊപ്പം വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് എന്തായാലും നോക്കാം, പുറത്തേക്ക് എടുത്ത് നോക്കാം. വളരെ ലൈറ്റ് വെയിറ്റുള്ള ഒരു ലാപ്ടോപ്പാണ്. ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ വളരെ സൈസ് വളരെ ചെറിയ സൈസാണ്, സ്മോൾ സൈസാണ് ലാപ്ടോപ്പ്. വളരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ലാപ്ടോപ്പ് തന്നെയാണിത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് എന്ന് പറയുന്നത് 1.63 kg ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള ഉപയോഗത്തിന് ഈ ലാപ്ടോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓഫീസ് വർക്കിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള വേർഡ്, അതുപോലെ തന്നെ എക്സൽ, വേർഡ്, അതുപോലെ തന്നെ മറ്റ് ഫോട്ടോഷോപ്പൊക്കെ അത്യാവശ്യം പഴയ വേർഷനൊക്കെ ആണെങ്കിൽ ഫോട്ടോഷോപ്പൊക്കെ റൺ ചെയ്യും. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പിനാണ്. ഇതാണ് ലാപ്ടോപ്പ്. നമുക്ക് തുറന്നു നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള സ്വിച്ചാണ് വരുന്നത്. ലാപ്ടോപ്പിൻ്റെ കീസ് വളരെ മനോഹരമായിട്ടുള്ള കീബോർഡ് ആണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ലുക്ക് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ലാപ്ടോപ്പ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്ലിമ്മാണ്. അതുമാത്രമല്ല നമുക്ക് ഒരു നല്ലൊരു കാഴ്ചയിൽ നല്ലൊരു നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന നല്ല ഡിസൈനാണ്. അത് ഡിസൈൻ ക്വാളിറ്റി വളരെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ASUS പറയുന്നത് മറ്റേ US മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനൊക്കെ ഈ പറയുന്ന ലാപ്ടോപ്പ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പാണെന്നാണ് പറയുന്നത്.
അത്രയും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അങ്ങനെയാണ് അവർ പറയുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. നമുക്ക് എന്തായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഈ പ്രൊഡക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഇത്. ഇതിൻ്റെ മറ്റ് ഫീച്ചർ കൂടി ഞാനിപ്പം നമുക്ക് പറയാം. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 hours നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചാർജ് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്തായാലും ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഒരു എന്താ പറയുക 60% ചാർജ് 49 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് 40 മിനിറ്റ് കൊണ്ട് 60% ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെബ് ക്യാമിന് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ പല രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ഫിസിക്കലായിട്ട് മാറ്റാൻ പറ്റുന്ന വെബ് ക്യാമറയ്ക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഇതൊന്ന് നമുക്ക് ഓണാക്കി നോക്കാം. ലാപ്ടോപ്പ് എന്തായാലും നമുക്കൊന്ന് ഓണാക്കി നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ മറ്റ് ഫീച്ചറുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. നല്ല മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ബജറ്റ് റേഞ്ച് നോക്കുമ്പോൾ ഈ ഒരു ലാപ്ടോപ്പിനുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹൈ റേഞ്ച് ലാപ്ടോപ്പുമായി ഒന്നും തട്ടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിലും നമുക്കിപ്പം നമ്മൾ കൊടുത്ത കാശിനെ സംബന്ധിച്ചിടത്തോളം നല്ല വർത്തായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അതോടൊപ്പം ഇതിൽ Windows 11 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ സ്റ്റുഡൻറ്റ് 2021 എന്ന പിന്നെ സോഫ്റ്റ്വെയർ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇതോടൊപ്പം തന്നെ പ്രീ ഇൻസ്റ്റാളായിട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ആൻറ്റിവൈറസ് മൈക്രോഫയുടെ ആൻറ്റിവൈറസും ഇതോടൊപ്പം തന്നെ ലൈഫ് ടൈം അല്ല 1 year അപ്ഡേറ്റുള്ള ആൻറ്റിവൈറസും ഇതോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. നല്ല ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നത് മികച്ച ഒരു ബൈയിങ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിച്ച ശേഷമുള്ള റിവ്യൂ എന്ന രീതിയിൽ നമുക്ക് നോക്കാം.